അതെ അമ്മ അമ്മ അലീനോട് ആഗ്രയിലെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? ആഗ്രയിലെ എന്ത് കാര്യം? അമ്മയ്ക്ക് അറിയാമല്ലേ? ഓ, ആഗ്രയിൽ വെച്ച് പല കാര്യങ്ങളുണ്ടല്ലോ, അതിലേതാന്നാ ചോദിച്ചത്. ഞാൻ അവിടെ പോയി ഗംഗേട്ടന്റെ ഫാമിലിയുടെയും ക്വാർട്ടേഴ്സിൽ താമസിച്ചതും അവിടുത്തെ സ്കൂളിൽ ജോലി ചെയ്തതും. എടി, അതൊക്കെ ആർക്കാ അറിയാൻ മേലാത്തെ? നീ ആഗ്രയിലെ ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നെന്ന് മനോളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവനെന്തിനാ അതൊക്കെ ഇവിടുത്തെ വേലക്കാരിയോട് പറയാൻ നിൽക്കുന്നത്? പറഞ്ഞല്ലോ എന്നാടി കുറ്റം? അതൊരു ഗമയല്ലേ? അത് മാത്രമല്ല, വേറെ എന്തൊക്കെയോ അവക്കറിയാം. വേറെ എന്തു അടി വൈജേ? എറണാകുളത്ത് നിന്ന് വന്ന ദിവസം അവൾ എന്നോട് പറയാ അവക്ക് ആഗ്രയിലെ ചരിത്രം കുറെയൊക്കെ അറിയാവുന്ന. ആഗ്രയുടെ ചരിത്രമായിരിക്കും അവൾ ഉദ്ദേശിച്ചത്. ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചതും ഔറംഗസേബ് തലസ്ഥാനം ആഗ്രയിലോട്ട് മാറ്റിയതും. ഒന്ന് പോമേ, ആന കാര്യം പറയുമ്പോഴാ ചേനക്കാര്യം. എടി, അവക്കതല്ലാതെ വേറെ എന്നത് അറിയാവുന്നേ? എന്നോട് ചോദിക്കുക അവള് ആഗ്രന്ന് പോന്നിട്ട് ശാസ്തമംഗലത്തല്ലായിരുന്നു ഒരു വർഷം താമസിച്ചെന്ന്. അങ്ങനെ ചോദിച്ചോ അലീന? ചോദിച്ചെന്നേ, അതല്ലേ ഞാൻ പറഞ്ഞത്. അവള് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ അമ്മ സൗകര്യം പോലെ ഈ കാര്യം ഒന്ന് ചോദിച്ചു വെച്ചേക്കണം. ഇതൊക്കെ നേരിട്ട് ചോദിച്ചായിരുന്നടി? എനിക്ക് അവളെ സംശയവും പേടിയും ഉണ്ടെന്ന് അറിഞ്ഞാ അവൾ അതിൽ നിന്ന് മുതലെടുക്കും. ഇതൊക്കെ അവളെ പേടിയുണ്ടോ? സംശയമുണ്ട് അവക്ക് എന്തെങ്കിലും അറിയാവോന്ന്. ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞേക്കാണെന്ന് പറഞ്ഞിട്ടും അവക്ക് യാതൊരു കൂസലും ഇല്ല. എടി, അവള് വരുമ്പോ ഞാൻ ചോദിച്ചു നോക്കാം. ചോദിക്കുമ്പോ അമ്മയുടെ വായിന്ന് വല്ലതും വീണു പോരുത്. അവള് പറയുന്നത് കേട്ടാ മതി, അങ്ങോട്ടൊന്നും പറയണ്ട. എടി, ഇതൊക്കെ നിന്റെ ഓരോരോ. അവൾക്ക് കുറച്ച് ബുദ്ധി കൂടുതലാ. ഒരു വീട്ടു ജോലിക്കാരിക്ക് അത്രയും ബുദ്ധി നല്ലതല്ല. അവള് വരട്ടെ, നമുക്ക് ചോദിക്കാം. എന്നാ അമ്മ കിടന്നു, ഞാൻ കുറച്ച് കഴിയുമ്പേ ദോശയും ചമ്മന്തിയും കൊണ്ടുവരാം. ഓ, എന്നും അതേ ഉള്ളോ? വേറൊന്നും ഇല്ലേ? ആ പെണ്ണ് ആശുപത്രിയിലായ പിന്നെ വായിക്കൊരു ചായ വാങ്ങാൻ പോയോ? അല്ല, ഞാൻ ചായ കുടിക്കാൻ പോയതാ. കുടിച്ചല്ലോ? 2 എനിക്കറിയാം. എന്തറിയാം? ഒന്നുമില്ല. ഉള്ളത് പറ. എനിക്ക് ചായ വാങ്ങി തരാൻ വേണ്ടി പോയതാണ്. ആയിക്കോട്ടെ, അതിനെന്താ? ഗുഡ് മോർണിംഗ് അലീന. ഗുഡ് മോർണിംഗ് ഡോക്ടർ. വേണ്ട, സാഹസമൊന്നും വേണ്ട, അവിടെ കിടന്നാ മതി. ഡോക്ടർ ഇരിക്കും. വേണ്ട, ഞാൻ എന്റെ പേഷ്യന്റ് എങ്ങനെ ഇരിക്കും നോക്കാൻ വന്നതാ. ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണ്ടേന്ന് അറിഞ്ഞൂടാ. ഡോക്ടർ വന്നെന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ മണ്ണിനടിയില്ല. എനിക്കല്ലടോ നന്ദി പറയേണ്ടത്, എന്റെ റിങ്കുവിനോടാ.